പുതിയ NCP സംസ്ഥാന പ്രസിഡന്റിനെ നാളെ വൈകുന്നേരം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ശശീന്ദ്രൻ. PC ചാക്കോ സ്ഥാനമൊഴിഞ്ഞത് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയതുകൊണ്ടാണെന്ന് AK ശശീന്ദ്രൻ പറയുന്നു. NCPയിലെ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു. പുതിയ അധ്യക്ഷൻ ഇതുവരെ പുതിയ അധ്യക്ഷൻ 24-ാം തീയതി അഖിലേന്ത്യാ നേതാക്കൾ ഇവിടെ സംസ്ഥാന നേതാക്കളുമായി ആലോചിച്ച് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തും. നാളെ വരും. 25 നാളെ തോമസ് ജില്ലയിൽ മന്ത്രിയോട് ചോദിച്ചാലല്ലേ പറയേണ്ടതുള്ളൂ. അന്നേരം എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അതിപ്പോൾ ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാം. കേന്ദ്ര നേതൃത്വത്തിലെ തീരുമാനം ധിക്കരിക്കുന്ന ഒരു പ്രവണതയും ഒരു സ്വഭാവവും ഇതേവരെ കേരളത്തിലെ NCPക്ക് ഉണ്ടായിട്ടില്ല. ആ നിർദ്ദേശം സ്വീകരിച്ച് ഐക്യത്തോടുകൂടി പോവുക എന്നതാണ് ഞങ്ങൾ സ്വീകരിച്ചത്. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, യഥാർത്ഥത്തിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയതുകൊണ്ട് മാറിയെന്നാണോ നമ്മുടെ മന്ത്രി പറയുന്നത്? SKN മന്ത്രി പരസ്യമായി പറയുന്നത് അങ്ങനെയാണെങ്കിലും വസ്തുത അതല്ല എന്നുള്ളത് രാഷ്ട്രീയ വൃത്തങ്ങൾ പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം NCPയിൽ വലിയ രീതിയിൽ പ്രശ്നമുണ്ടായിരുന്നു. അത് AK ശശീന്ദ്രൻ വേഴ്സസ് PC ചാക്കോ ആയിരുന്നു. അതിൽ ആ ഘട്ടത്തിലൊക്കെ PC ചാക്കോ മന്ത്രിസ്ഥാനത്ത് നിന്നും AK ശശീന്ദ്രനെ മാറ്റി തോമസ് തോമസിനെ മന്ത്രിയാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചരണം, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ എന്നാൽ ഇപ്പോൾ നേരെ ഒരു യൂട്ടേൺ ആണ് സംഭവിച്ചിരിക്കുന്നത്. മന്ത്രിസ്ഥാനത്ത് നിന്നും AK ശശീന്ദ്രനെ മാറ്റുന്നില്ല. അതേ സമയത്ത് PC ചാക്കോ രാജിവെക്കേണ്ടി വരുന്നു. ആ സ്ഥാനത്തേക്ക് തോമസ് വരണമെന്ന നിലപാടിലേക്ക് AK ശശീന്ദ്രൻ എത്തുന്നു. നാളെയാണ് NCPയുടെ കേന്ദ്ര നേതാക്കൾ എത്തുന്നത്. കൊച്ചിയിൽ നാളെ യോഗം ചേരുന്നു. പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുമെന്നാണ് പറയുന്നത്. ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി മാറുന്നതിൻ്റെ ഭാഗമായാണ് ചാക്കോ ഒഴിയുന്നത് എന്നാണ് AK ശശീന്ദ്രൻ പറയുന്നതെങ്കിലും അങ്ങനെയൊന്നുമല്ല NCPയിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ എന്നുള്ളത് വസ്തുതയാണ്. ഏതായാലും നാളെ പുതിയ പ്രസിഡന്റായി തോമസ് വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. SKN. ഓക്കെ, താങ്ക് യു.